നാണുകെട്ട പരിപാടിക്കുന്നത് വികസന ഒരു നിയോജകമുള്ള അവസാനം വീണ ജോർജിനെ പോലെ കഴുത്തെ പിടിച്ചു കല്ലെ പിടിച്ചു ബിജെപിയുടെ മാർച്ചായിരുന്നു ചാണ്ടി ഉമ്മന്റെ MLA ഓഫീസിലേക്ക്. അതിൽ പ്രധാനമായും ഈ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ സമരം ഉണ്ടായിരുന്നത്. ഈ സമരം അവിടെ എത്തി ഏതാണ്ട് നന്ദി പ്രസംഗം ഉൾപ്പെടെ നടക്കാൻ പോകുന്ന ഘട്ടത്തിലേക്കാണ്. ആ സമയത്താണ് ചാണ്ടി ഉമ്മൻ ഈ സമരത്തിന്റെ ഇടയിലേക്ക് വരുന്നത്. ഇതോടുകൂടി ബിജെപിയുടെ മുൻ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനതല നേതാവുമായ N. ഹരിയായിരുന്നു ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. ആദ്യം ഹരിയോട് സൗഹൃദ സംഭാഷണം നടത്തി. അതിനുശേഷം പ്രവർത്തകരുടെ അടുത്തേക്ക് പോയി പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കണേ എന്നൊരു പ്രവർത്തകൻ പറയുന്നു. അതൊക്കെ ചെയ്യാമെന്ന് പറയുകയും പിന്നീട് പറഞ്ഞു ഞങ്ങൾക്കെതിരെ കേസ് വരും. അപ്പോൾ ചാണ്ടി ഉമ്മൻ മറുപടി പറയുകയാണ്, കേസെടുക്കുന്ന കാര്യം നമ്മൾ സംസാരിക്കാം, പോലീസിനോട് ഇവിടെ വന്ന് നിൽക്കരുതെന്ന് പോലും പറഞ്ഞതാണ്. പോലീസ് ഇവിടെ വന്ന് നിൽക്കേണ്ടതില്ല, അവർ വന്ന് സമരം ചെയ്തിട്ട് പൊക്കോട്ടെ എന്നതായിരുന്നു നിലപാട് എന്നുൾപ്പെടെ പറഞ്ഞ് വളരെ സൗഹാർദ്ദത്തോടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു BJP പ്രവർത്തകൻ ചോദിക്കുന്നു, നമ്മൾ ഈ നാണം കെട്ട പണിക്ക് നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഇതോടുകൂടിയാണ് തങ്ങൾക്ക് അമളി പറ്റിയ കാര്യം നേതാക്കൾക്കും പ്രവർത്തകർക്കും മനസ്സിലായത്. ഇതോടുകൂടി ഗോ ബാക്ക് ചാണ്ടി ഉമ്മൻ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളികളായി. ആ മുദ്രാവാക്യം വിളികളെ തുടർന്ന് ചാണ്ടി ഉമ്മൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇതിനുശേഷം BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റും ഇപ്പോഴത്തെ സംസ്ഥാന നേതാവുമായ ഹരി പറഞ്ഞത് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ചാണ്ടി ഉമ്മൻ കടന്നു വന്നത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഏത് തരത്തിലുള്ള വാർത്തയാകുമായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാമോ എന്നുൾപ്പെടെയുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് പോലീസിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഏതാണെങ്കിലും സമരത്തിന്റെ ഇടയിലേക്ക് വന്ന ചാണ്ടി ഉമ്മനെ സ്വീകരിച്ചതിന് ആരെ കുറ്റപ്പെടുത്തും എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. ആരെങ്കിലും അത് പാർട്ടിക്കുള്ളിൽ ചോദിക്കാതിരിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാതി. ശരി അജിത്ത്, എന്തായാലും രസകരമായിട്ടുള്ള ദൃശ്യങ്ങളല്ലേ, നമുക്കത് ഒരിക്കൽ കൂടി ഒന്ന് കാണാം. നാണുകെട്ട പരിപാടിക്കുന്നത് വികസന ഒരു നിയോജകമുള്ള അവസാനം വീണ ജോർജിനെ പോലെ കഴുത്തെ പിടിച്ചു കല്ലെ പിടിച്ചു